ബ്രോ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ മടിയാണ്. ഞാൻ എന്ത് ചെയ്യും? വാ, മോട്ടിവേഷൻ കൊടുക്കും. നീ ഫോണിന്റെ ഐഡി എനിക്ക് അയച്ചു തരിക. പറയാൻ മടിയാണെന്ന് ഒരു പെണ്ണ് തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെ നിന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കുന്നില്ല. പറഞ്ഞതല്ല ചെയ്യേണ്ടത്. ഓളെ വീട് എവിടെയെന്ന് പറയാ, അഡ്രസ്സ് അയച്ചു തരിക, ബാക്കി നമ്മളേക്ക് നമുക്ക് പോയിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താടാ പറയുന്നടാ? ഓനും പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടാന്ന് പറയാൻ ധൈര്യമില്ല. അതിനുള്ള ധൈര്യം കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. ധൈര്യം വേണം മുത്തേ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും മാറ്റാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ തലേന്റെ ഉള്ളിലാണ്. അത് നമ്മൾ പ്രയോഗിക്കുക. അത് നമ്മള് ബുദ്ധിപൂർവമായിട്ട് പ്രയോഗിച്ചാൽ ഈ ലോകത്ത് എന്തും നമുക്ക് നേടാം. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ല. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ദേശീയ പതാകയുടെ കളറുകൾ ഏതൊക്കെയാണ്? 3 കളർ. ഏതൊക്കെയാ? ഇളം മഞ്ഞ, പച്ച, വെള്ള. ഹലോ, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലതേ ഉള്ളൂ. സ്വാതന്ത്ര്യം ആവണം, സ്വാതന്ത്ര്യമാണ് ആവശ്യം. പക്ഷെ ഇപ്പം ഇവിടെ പറ്റണില്ല. ഇപ്പം ഇവിടെയുള്ള പെണ്ണുങ്ങൾ തുണി തൊടാതെ നടക്കും. എന്താണ് ഇപ്പൊ ഈ 1 വർഷത്തിനിപ്പുറം വച്ചാണ് ഇത്ര അഴിമതി ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ അഴിമതിയാണ്? തുണി തൊടൂല. ദേഹത്ത് തുണി ഇടാത്തത് അടുത്ത ജന്മം പട്ടിയായിട്ട് ജനിപ്പിക്കും. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ്? സ്വാതന്ത്ര്യം നല്ലതാണ്. ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഞാനാ അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെല്ലാം നടക്കും കുട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാരാ? ആര്? ഗാന്ധിജി. ഗാന്ധിജിയാണ്. ഗാന്ധിജി എവിടെ ജനിച്ചത്? ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല, പക്ഷേ ഗാന്ധിജി കൊന്നു. സത്യം. ഗാന്ധിജി ഇന്ത്യയിലാണോ ജനിച്ചത്? ആ, ഇന്ത്യയിൽ എവിടെയാണ് ജനിച്ചത്? ഞാൻ ഇവിടെ തന്നെ ജനിച്ചു. അല്ല, ഗാന്ധിജി എവിടെ ജനിച്ചത്? ഗാന്ധിജിയുടെ സ്ഥലം ആന്ധ്ര അല്ലേ? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തിനായിരുന്നു വന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം, ഇവിടെ കിട്ടാൻ വേണ്ടി. നമ്മളെ കേരളം കിട്ടണം, ട്രിവാൻഡ്രം. അത് നേടിയെടുത്തിട്ട് ഇപ്പൊ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇപ്പൊ വരുന്നത്? ആഘോഷം നമുക്ക് നല്ലപോലെ നടക്കണം. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ.